ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ കറി, ഹരിയാലി ഗ്രീൻ ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും മുളക് പൊടിയും മസാലപ്പൊടിയും പിന്നെ എല്ലാം ചേർത്തിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് പത്തിരിക്ക് ഒറോട്ടിക്ക് എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കുരുമുളകിൻ്റെയും ഒരു പച്ചമുളകും കുരുമുളക് കറിവേപ്പില ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2 വലിയ സവാള, ഒരു 10 പച്ചമുളക്, പച്ചക്കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഒരു ചെറുത്ത് ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് കൂടുതൽ 15 പച്ചമുളകെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മുളക് പൊടി നമ്മൾ അതിലോട്ട് ഇടുന്നേ ഇല്ല. മുളക് പൊടി നമ്മൾ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നല്ല വലിയ 2 തണ്ട് പിന്നെ കറിവേപ്പില ഇടാം. ഒരു മസാല പച്ചയായിട്ട് നമുക്ക് കിട്ടണം. മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാവുന്ന അമേരിക്കൻ മല്ലി, ആ വലിയ ഇലയുടെ ആ മല്ലി തന്നെയാണ് ചേർത്തത്. പിന്നെ ഞാൻ വീട്ടിൽ ബട്ടർ ഇരിപ്പുണ്ടായി, അപ്പം ഞാൻ ആ ബട്ടർ ഒന്ന് ഇട്ടിട്ടാണ് അതിലോട്ട് സവാള വഴറ്റുന്നത്. നമുക്ക് സാധാ ഓയിൽ ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്തതാണ്. സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷമാണ്, വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരമുറി തക്കാളി കൂടുതൽ ചേർക്കണമെന്നില്ല, തക്കാളി ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് സവാള വഴറ്റിയത്. പിന്നെ അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു യെല്ലോ ഗ്രീനിഷ് കളറാണ്, ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു കളർ ഒരു ഇതായിട്ട്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ഗ്രീൻ മസാല അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം തുള്ളി വെള്ളം വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം, അടുക്കി പിടിക്കാതിരിക്കാൻ. ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങും, കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിലോട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയായിട്ട് ഞാനിവിടെ ചേർത്തത് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മാത്രമാണ്. കറിവേപ്പിലയും കൂടി മുകളിലൊന്ന് വെച്ചിട്ട് തൂവി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പത്തിരിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്.